തലമുറകളായിട്ട് ഈ കാട്ടിൽ അവർ ജീവിച്ചിരുന്നിരിക്കാം സാർ. എന്നാൽ ഇവരെ പട്ടയമില്ലല്ലോ സാറേ. എന്തോന്ന് വലിയ പട്ടയം? ആനയോടും പുലിയോടും സിംഹത്തോടും ഒക്കെ പട്ടയം ചോദിക്കോ? സാറേ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. സാറേ ഇതൊക്കെ സംസാരിക്കാൻ എളുപ്പമായിരിക്കും, കോടതിയിൽ നിന്നും പറഞ്ഞാൽ പോരെ സാർ. സാറേ അത് മാത്രമല്ലാതെ എതിർകക്ഷി നേതാവ് മണിമാരൻ അവർക്ക് സപ്പോർട്ട് ചെയ്യണം സാറേ. അതുകൊണ്ട് നമ്മൾ ഈ കേസ് വിജയിക്കുന്ന കാര്യം സംശയമാണ് സാറേ. പുതുമഴ പെയ്ത് ആദ്യത്തെ മുള വന്ന് മൊട്ടിട്ട് പൂ വിരിയാറായപ്പോ അത് കണ്ട് പ്രതീക്ഷയോടെ ജീവിക്കുക. പെട്ടെന്ന് ഒരുത്തം വന്ന് ഇവിടുന്ന് വേഗം പോകാൻ പറഞ്ഞാ എങ്ങോട്ടാ സാറേ പോകും? ആരും എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ആർക്കും അതിനുള്ള അധികാരമില്ല. ഞാൻ പറയുന്ന പോലെ ചെയ്യും. നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ കഴിഞ്ഞാൽ മതി. ഈ കേസിൽ നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. നിങ്ങൾ ധൈര്യമായിട്ട് പോകും. ഞങ്ങൾ ഇറങ്ങുക. നമസ്കാരം കുഞ്ഞെ. ചേട്ടാ എന്താ പറ്റിയേ? ഇന്ന് ശരവണന്റെ പിറന്നാളാ. അവനെ വീട് വിട്ടിറങ്ങി പോയിട്ട് ഇന്നേക്ക് 15 വർഷമായി. പാർവതി, അവൻ തീർച്ചയായിട്ടും വരും. ഞാൻ പറഞ്ഞില്ലേ വരുമെന്ന്. കേസ് കോടതി നടന്നുകൊണ്ടിരിക്കല്ലേ, അത് നിനക്കറിയില്ലേ? പിന്നെ എന്തിനാണ് കൊന്തൊക്കെ എടുത്തോണ്ട് സാറേ പറയുന്നേക്ക്. കേസ് എന്തായാലും ഞങ്ങൾക്ക് തന്നെ അനുകൂലമാകാൻ പോകുന്നത്. ഞങ്ങൾ ഇപ്പൊ കൺസ്ട്രക്ഷൻ തുടങ്ങിയാലേ അടുത്ത സീസണിൽ ഞങ്ങൾക്ക് തീർക്കാൻ പറ്റൂ. മിണ്ടിപ്പോഴത് പോടാ. മര്യാദക്ക് വണ്ടിയൊക്കെ എടുത്തോണ്ട് വെക്കോ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കി എന്ത് ചെയ്യുന്ന പറയുന്നത്? നിങ്ങളുടെ വിചാരം നിങ്ങളുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടെന്നല്ലേ? എന്റെ കൂടെ ഒരുപാട് പേരുണ്ട്, വേണം നോക്ക്. എന്താണോ ഇതൊക്കെ? ക്ഷമിക്കണമെന്ന് വീടിന്ന് ഇടിക്കോ നാളെ ഇടിക്കോ എന്നുള്ള പേടിയാ ഞങ്ങൾക്ക്. അതുകൊണ്ടാ തരുന്നത് വാങ്ങിച്ചോണ്ട് പോവാന്ന് വെച്ച്. അങ്ങനെ ഞാൻ പറയുന്നത് കേക്ക്. എന്തിനാ ഇങ്ങനെ ധൃതി വെക്കുന്നേ? നിങ്ങളുടെ പ്രശ്നത്തിനെ കുറിച്ചല്ലേ രാപകലായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറുതെ അങ്ങനെ വിടുവോ? ദയവ് ഇത് ഞാൻ പറയുന്നു കേക്ക്. നിങ്ങളുടെ സ്ഥലമൊക്കെ വീണ്ടെടുത്ത് ഏൽപ്പിക്കേണ്ടത് എന്റെ കടമയാണ്. മതി മതി, ഈ അഭിനയം ഇങ്ങോട്ട് വേണ്ട, പോന്നോക്ക്. അനാവശ്യം പറഞ്ഞ വെട്ടി നുറുക്കും ഞാൻ. നീ കാരണം എന്റെ മോന്റെ ജീവിതം നശിച്ചത്. വീടില്ല ഞാൻ.